everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനേക്കാളും മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്താലോ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Asexual reproduction in fungi by spores takes place by. So ഫംഗയിലെ അസെക്ഷൽ സ്പോർസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കൊനിഡിയ ആണോ, ഫിഷൻ ആണോ, ബഡിംഗ് ആണോ, ഓൾ ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഫംഗയിലെ അസെക്ഷൽ സ്പോർസ് ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഫംഗൈ. ബാക്കിയുള്ളതൊന്നും സ്പോർസ് അല്ല അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അനിമലിയ ഈസ്. അനിമലിയയിലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോട്രോഫിക് ആണോ, ഹോലോസോയിക് ആണോ, സാപ്രോഫൈറ്റിക് ആണോ, ഓൾ ഓഫ് ദി എബോ ആണോ? സോ എന്തായാലും അനിമൽ ഓട്ടോട്രോഫിക് അല്ല, ഹൈഡ്രോട്രോഫിക് ആണ്. ഹൈഡ്രോട്രോഫിക്കൽ ഹോലോസോയിക് ആയിരിക്കാം, സാപ്രോഫൈറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ പാരാസൈറ്റിക് ആയിരിക്കാം. സോ ഏത് വേണമെങ്കിലും ആയിരിക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബോ ഇസ് ദി റൈറ്റ് ആൻസർ. വിച്ച് പാർട്ട് ഓഫ് ദി ടൊബാക്കോ പ്ലാന്റ് ഈസ് ഇൻഫെക്റ്റഡ് ബൈ മെലോഡിഗൈൻ ഇൻകോഗ്നീഷ്യ? മെലോഡിഗൈൻ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്നത് ഒരു നെമാറ്റോഡ് ആണ് അല്ലെ. ഇറ്റ് ഈസ് എ നെമാറ്റോഡ്. സോ ഈ നെമാറ്റോഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസീസിന്, ടൊബാക്കോ പ്ലാന്റിൽ ഒരു ഡിസീസിനെ കോസ് ചെയ്യുന്നുണ്ട്. ആ ഡിസീസിന്റെ പേരാണ് റൂട്ട് നോട്ട്. എന്താണത്? റൂട്ട് നോട്ട്. സോ ഈ ഒരു ഡിസീസിന്റെ പേര് കേട്ട ഉടനെ നിങ്ങൾക്ക് മനസ്സിലായി ഏത് പാർട്ടിനെയാണ് ഇത് ഇൻഫെക്ട് ചെയ്യുന്നതെന്ന് അല്ലെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് റൂട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Approximately how many varieties of rice are there in India? ഇന്ത്യയിൽ എത്ര വെറൈറ്റീസ് റൈസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NCERTയുടെ ലൈൻ അതേപടി കൊടുത്തിരിക്കുകയാണ്. ദ റൈറ്റ് ആൻസർ ഈസ് 2 lakh varieties. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? സോ ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് വായിച്ചിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, Algin and keragin are product of algae. So this is right. Alle. Next, agar-agar is obtained from Gelidium and Gracilaria. This is also right. Alle. Chlorella and spirulina are used as space food. This is also right. Right? Mannitol is stored food in Rhodophyceae. This ശരിയാണോ? No, this is wrong. അല്ലെ. സോ മാനിറ്റോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രൗൺ ആൽഗെ അല്ലെങ്കിൽ ഫിയോഫൈസിയയിലാണ്. റൈറ്റ്. സോ അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ദാറ്റ് ഈസ് മാനിറ്റോൾ ഈസ് സ്റ്റോർഡ് ഫുഡ് ഇൻ റോഡോഫൈസിയെ. ദാറ്റ് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നിങ്ങൾക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ MVSAT, അതായത് മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുക. സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ്. 100% ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ബോക്സിൽ കാണും. സോ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഫർമേഷൻ, അതായത് വളരെ ചുരുക്കം ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കാനുള്ളൂ. നിങ്ങളുടെ പേര്, ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ളത്, അത് ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ 2 തൊട്ട് 10 വരെ എക്സാം നടക്കുന്നുണ്ട്. കേരളത്തിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് പ്രിപ്പയർ ആയിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതുക. സോ എവിടേക്കാണ് എക്സാമിനേഷൻ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ഹാവ് ഓൺലൈൻ എക്സാമിനേഷൻ അല്ലെ. ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ബാക്കിയുള്ള പ്ലേസസിലൊക്കെ വേറെ സ്റ്റേറ്റിലൊക്കെ ഓഫ്ലൈൻ സെന്റർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പോയിട്ടാണ് പിള്ളേർ എക്സാം എഴുതുന്നത്. പക്ഷെ കേരളത്തിൽ ഓഫ്ലൈൻ സെന്റർ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ മാത്രമാണുള്ളത്. ഓക്കെ, സോ എന്തിനാണ് ഞാനിപ്പോ ഈ ഒരു എക്സാമിനേഷൻ എടുക്കണേ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മെയിൻ ആയിട്ട് 2 റീസൺ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് ഈസ് ഓൾ ഇന്ത്യ റാങ്ക്. അതായത് വേദാന്തത്തിൽ ഒരുപാട് പിള്ളേരുണ്ട്, അതായത് വേറെ സ്റ്റേറ്റിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അവരെല്ലാവരും ഈ ഒരു എക്സാമിനേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു എക്സാമിനേഷൻ എടുക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഏത് ലെവലിലുണ്ട്, ഞാനിപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഞാൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ഈ എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി കിട്ടും. അത് മാത്രമല്ല 100% സ്കോളർഷിപ്പ്, അപ് ടു 100% സ്കോളർഷിപ്പുമായിട്ട് നിങ്ങൾക്ക് വേദാന്തു പ്ലാറ്റ്ഫോമിൽ പഠിക്കാനുള്ള ഒരു അവസരം കൂടെ ആണ്. അത് മാത്രമല്ല
ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ്സും ഉണ്ട്. ആ റിവാർഡ്സിനെ പറ്റിയൊക്കെ ഞാൻ ഇപ്പം തന്നെ പറയാം കേട്ടോ. സോ ആരൊക്കെയാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 8th 9th 10th 11th 12th പഠിക്കുന്ന പിള്ളേരും അതുകൂടാതെ ഡ്രോപ്പേഴ്സ് ആയ നമ്മുടെ നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ JEE എക്സാമിനേഷൻ എഴുതാനും വേണ്ടിയിട്ടുള്ള എല്ലാ പിള്ളേർക്കും ആരൊക്കെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അവരാര് വേണമെങ്കിലും ഈ ഒരു MVSAT എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ അർഹരാണ്. ഓക്കെ, സോ 11th and 12th JEE ആസ്പിറൻസ് ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. 4 മാർക്കാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് നീറ്റ് ആസ്പിറൻസ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഒരു നീറ്റ് ആസ്പിറൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബയോളജിയിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും 4 മാർക്കാണ് ഉണ്ടാവുക. നോ നെഗറ്റീവ് മാർക്കിംഗ്. ഓക്കെ, യെസ്. സോ എന്താണ് ആ എക്സൈറ്റിംഗ് റിവാർഡ്സ് എന്നല്ലേ? സോ ഡ്രോണ്, സ്മാർട്ട് വാച്ച്, ടെലസ്കോപ്പ് അതുപോലെയുള്ള ഒരുപാട് റിവാർഡ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ എല്ലാ റിവാർഡ്സും നിങ്ങളുടെ കയ്യിൽ എത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ December 2 തൊട്ടാണ് എക്സാമിനേഷൻ നടക്കുക. December 10 വരെ ഉണ്ട് എക്സാമിനേഷൻ. നിങ്ങൾക്ക് ഏത് ദിവസം വേണോ ഏത് സമയം വേണം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ ആ സമയത്ത് എക്സാമിനേഷൻ എഴുതുക. 1 hour മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാമിനേഷൻ. ഓക്കെ, സോ 60 minutesന്റെ ഒരു എക്സാമിനേഷൻ ആണ്. ആ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്? ഫസ്റ്റ് തിങ് ഈസ് ഓൾ ഇന്ത്യ റാങ്ക് ആണ് കിട്ടുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അപ് ടു 100% സ്കോളർഷിപ്പിൽ പഠിക്കാനുള്ള ഒരു അവസരവും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. സോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്ത ഏത് സമയം വേണോ ഏത് ഡേറ്റ് വേണോ അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് എക്സാമിനേഷൻ എഴുതുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി പെട്ടെന്ന് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കാണാം. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.